viewers, welcome back to my channel The Untold Stories. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രസ് ഹോൾ ആണ്. അപ്പം ഉർബാനിക്കിൻ്റെ ഡ്രസ് ഹോൾ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് അത്യാവശ്യം ഡ്രസ്സസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങളിത് വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പം ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഗൗൺ മോഡൽ ടൈപ്പ് ഡ്രസ്സസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. കുറച്ച് നല്ല കളർ കോമ്പിനേഷൻ അതുപോലെ ഡിസൈനും ഒക്കെ വ്യത്യാസം വരുന്ന ടൈപ്പ് കുറച്ച് ഡ്രസ്സസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഒരു പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതും അത്യാവശ്യം ലെങ്തിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കുക. ഇതിൻ്റെ കോളർ എന്ന് വെച്ച് കഴിയുമ്പം ഇങ്ങനെയൊരു കോളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഒരു വെറൈറ്റി മെറ്റീരിയലാണ്. ഫുള്ളി വൈറ്റ് കളറാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ പോലത്തെ ഒരു സ്റ്റൈലിങ് പോകുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫ്ലവേഴ്സാണ് ഡിസൈൻ വരുന്നത്. ഒരു ഫ്ലോറൽ ഡിസൈനാണ്. ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ ഫ്ലവേഴ്സും അതുപോലെ യെല്ലോ കളറും. അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കളേഴ്സ് മാത്രമേ വരുള്ളൂ. റെഡ് ഫ്ലവേഴ്സ് ആണെങ്കിൽ യെല്ലോ ആണ് അതിൻ്റെ നടുക്ക് വരുന്നത്. അതുപോലെ യെല്ലോ ഫ്ലവേഴ്സ് ആണെങ്കിൽ റെഡ് ആണ് നടുക്ക് വരുന്നത്. അപ്പോൾ യെല്ലോ റെഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് സ്ലീവ്സ് ആണ്. പക്ഷേ എലാസ്റ്റിക് വരുന്ന ടൈപ്പ് സ്ലീവ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ സിബ്ബ് ക്ലോഷറാണ്. പക്ഷേ ഹിഡൻ സിബ്ബാണ് വരുന്നത്. നമുക്കങ്ങനെ സിബ്ബ് കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഈ ഒരു സിബ്ബ് വരുന്നുണ്ട്. മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ഒരു തിന്നായിട്ടുള്ള മെറ്റീരിയൽ അല്ല. കുറച്ച് അത്യാവശ്യം കട്ടിയുണ്ട്. എന്നാൽ അങ്ങനെ ഭയങ്കര വെയിറ്റുള്ള ടൈപ്പ് മെറ്റീരിയലും അല്ല. കുറച്ച് എനിക്ക് വേറെ ഏത് സമയത്ത് നല്ലപോലെ നീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പ് ചൂസ് ചെയ്തില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ടോപ്പ് അത്യാവശ്യം അടിപൊളി ടോപ്പാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1690 റുപ്പീസാണ്. അപ്പം ബട്ടൺ എ ലൈൻ ഡ്രസ് എന്നാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ പേര് വരുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ലപോലെ ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും നല്ല ഭംഗിയാണ്. ആ ഒരു പഫ് സ്ലീവ്സ് കാണാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ലൊരു വിൻറ്റേജ് സ്റ്റൈല് തരുന്ന ഒരു ഡ്രസ്സാണിത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും ഉണ്ട്. സോ നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് കിടക്കാം. ഇതും ഒരു എ ലൈൻ ടോപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ നെക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വി ഷേപ്പ് നെക്കാണ് വരുന്നത്. ലേസ് ബോർഡർ വരുന്ന വി ഷേപ്പ് നെക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുവാണെങ്കിൽ ആലിയ കട്ടാണ് വരുന്നത്. അപ്പം ഇത് കുറച്ച് ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് ഒരു ഗൗൺ മോഡൽ ഡ്രസ്സാണ്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണെങ്കിൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ നമുക്കങ്ങനെ ചുളുങ്ങി പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല. എന്നാൽ അത്ര വെയിറ്റ് തോന്നിക്കുന്ന മെറ്റീരിയലും അല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2090 റുപ്പീസാണ്. അപ്പോൾ റഫിൾ എ ലൈൻ ഡ്രസ് എന്നാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ പേര് വരുന്നത്. സ്ലീവ്സ് ഒക്കെ നോക്കുവാണെങ്കിലും അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ അല്ല. പിന്നെ എല്ലാ 2 സൈഡിലും ഇങ്ങനെ ഒരു ലേസിൻ്റെ ഒരു ഡിസൈൻ പോകുന്നുണ്ട്. പിന്നെ നല്ല ലൈനിങ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ചൂട് തോന്നുമോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്കിൽ കുറേ കളേഴ്സിൻ്റെ ഒരു പ്രിൻസ് ആണ് വരുന്നത്. ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഒരു ഗൗൺ മോഡൽ ഡ്രസ്സാണിത്. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ഗൗൺ മോഡൽ ഡ്രസ്സാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പീച്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. അങ്ങനെ എല്ലാതരം കളേഴ്സും ഉണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എല്ലാം. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇതും റഫിൾ എ ലൈൻ ഡ്രസ്സാണ്. 2190 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് നോക്കിയാൽ ഒരു വെറൈറ്റി സ്ലീവ്സ് ആണ്. ഇങ്ങനൊരു പഫ് ടൈപ്പ് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈനിങ് ഇല്ല. പക്ഷെ എന്നാലും ആ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് അങ്ങനെ ഒരു എന്താ പറയുക
വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ അല്ല, എന്നാൽ നമുക്ക് വെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഫീലും ഇല്ല, ചൂടെടുക്കുക അങ്ങനത്തെ ഒരു ഫീലും ഇല്ല, കാരണം ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഈ നെക്കാണേലും ഒരു റാപ്പ് ടൈപ്പ് സ്റ്റൈലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ് വരുന്നത്. ഇതും കുറച്ച് വെറൈറ്റി ഉണ്ട്, കാരണം ഒരു ബ്ലൂ ആണ് ഓവറോൾ വരുന്നത്. ഫുൾ ബ്ലൂ കളേഴ്സിൻ്റെ പ്രിൻസ് ആണ് വരുന്നത്. വൈറ്റിൽ ഫുൾ ബ്ലൂ കളർ ഫ്ലവേഴ്സും ലീവ്സും അങ്ങനെ ഫുൾ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, പിന്നെ അത് കൂടാതെ ഒരു വയലറ്റും കൂടി അതിൻ്റെ ആ ബ്ലൂവിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡ്രസ്സാണിത്. ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്, പിന്നെ ഇലാസ്റ്റിക് ആണ് സ്ലീവ്സിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് നല്ല ഇലാസ്റ്റിക് പോലെ കാണും. അപ്പോൾ ഒരു പഫ് സ്ലീവ്സ് ആണ് വരുന്നത്, പഫായിട്ടുള്ള ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്, അങ്ങനെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. പിന്നെ നമുക്ക് അങ്ങനെ ഇടുമ്പോഴാണേലും ഒട്ടും ഡിസ്കംഫേർട്ട് തോന്നാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ആണെങ്കിലും ഫുൾ പ്രിൻസ് ആണ് വരുന്നത്, ഒരു സ്ഥലം അങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നില്ല. എന്നാലും നമുക്കിത് വെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം പോർഷൻ ഇങ്ങനെ ഫ്ലെയർ ടൈപ്പാണ് വരുന്നത്. ഒരു ബ്ലൂ ബോർഡർ വരുന്നുണ്ട്, താഴെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൂ കളർ ബോർഡറാണ്. അത് കൂടാതെ മേലെയും ഒരു ബോർഡർ വരുന്നുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈനിൽ. അപ്പം ഈ ഒരു ഡ്രസ്സാണേലും അത്യാവശ്യം കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്ന സമയത്ത് ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത എന്നാൽ നല്ലൊരു ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിത് വെയർ ചെയ്യുമ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സിബ് ഉണ്ട്, ഹിഡൻ ആണ് ഇതിൻ്റെ സിബ് വരുന്നത്. പിന്നെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ഈ ഒരു സിബ് ക്ലോഷർ വരുന്നുണ്ട്. നമുക്കങ്ങനെ ഒരു സിബിൻ്റെ പോർഷൻ നമുക്ക് തീരെ കാണാൻ പറ്റത്തില്ല. പിന്നെ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഒതുങ്ങി കിടക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നും ഞാൻ വെയർ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ക ഒരു ഗൗൺ മോഡൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സും വരുന്നത്. ബീച്ചിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണിത്. പിന്നെ ഈ പ്രിൻ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റാണ്. അങ്ങനെ നമ്മൾ കഴുകുമ്പോൾ ഒന്നും അങ്ങനെ ഇളകിപ്പോവോ കളർ ഇളകുമോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, നല്ല ക്വാളിറ്റി പ്രിൻസാണ്. പിന്നെ നമുക്ക് ഡിസൈൻ ആണെങ്കിലും നല്ല രസമുള്ള ഡിസൈനാണ്, ഒരു വെറൈറ്റി ഉള്ള നമുക്കിങ്ങനെ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചില കളേഴ്സൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് ഇങ്ങനെ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രിൻറ്റും അതേപോലെ ഈ വൈറ്റ് കളർ ആണെങ്കിൽ കൂടിയും അങ്ങനെ ഫെയ്ഡ് ആവുന്ന ടൈപ്പ് ഒരു കളറല്ല. 1690 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ലോങ് ഗൗൺ ടൈപ്പ് ഡ്രസ്സാണിത്. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ഉടുപ്പ് മോഡൽ ഡ്രസ്സാണ് ഇത്. പക്ഷെ അത്ര ലോങ് ടൈപ്പ് അല്ല, ഒരു മുട്ട് വരെയുള്ള ടൈപ്പ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് വരുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണിത്. ഷിഫി മോഡലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്, പക്ഷെ ബനിയൻ ടൈപ്പാണ്. ഞാൻ ബനിയൻ ടൈപ്പ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷേ ഇങ്ങനെ നല്ല ഷേപ്പിന് കിടക്കും. പിന്നെ ഈ ഓറഞ്ച് കളർ എന്ന് വെച്ചാലും കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്, എന്നാൽ അത്ര ഓവറായിട്ട് തോന്നിക്കാത്ത ടൈപ്പ് ഒരു ഓറഞ്ച് കളറാണ്. ഈ ഡ്രസ്സിൻ്റെ പേര് വരുന്നത് ക്നിറ്റ് എയർലൈൻ ഡ്രസ്സ് എന്നാണ്. അപ്പോൾ 1790 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഈ ഒരു ഡ്രസ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ കുറച്ച് അത്യാവശ്യം വൈഡാണ്, എന്നാൽ അത്ര വൈഡല്ല, കുറച്ച് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു സ്ക്വയർ ടൈപ്പ് നെക്കാണ്. പിന്നെ സിപ്പർ ക്ലോഷർ ഉണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി, കാരണം ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡൽ ഡ്രസ്സാണത്. നെക്സ്റ്റ് വൺ ഒരു ഗൗൺ മോഡലാണ് വരുന്നത്. ഇതും കംപ്ലീറ്റ്ലി പ്ലെയിൻ റെഡാണ്, നമുക്ക് ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതും ഒരു റഫിൾ എയർലൈൻ ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണെങ്കിലും ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സിപ്പർ ക്ലോഷറാണ് ഇതിന് വരുന്നത്. ഇതും നല്ല ഷേപ്പിന് കിടക്കുന്ന ടൈപ്പാണ്, നമുക്ക് അങ്ങനെ അധികം ഓൾട്ടർ ചെയ്യേണ്ടി വരില്ല. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങാം. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ അത്ര ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാൽ അങ്ങനെ ഒരു ഭയങ്കര വെയിറ്റ് തോന്നിക്കുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ പാറ്റേൺ മനസ്സിലാവും. കോട്ടൺ അല്ല മെറ്റീരിയൽ വരുന്നത്, പക്ഷെ ഒരു പോളിസ്റ്ററും അല്ല,
കുറച്ചൊരു മിക്സഡ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഒരു പ്രിൻസസ് കട്ട് വരുന്നുണ്ട് 2 സൈഡിലും, അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിന് കിടക്കും. പിന്നെ സ്ലീവ്സ് ആണെങ്കിലും പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇങ്ങനെ സൈഡിലാണ് ഈ ഒരു സിബ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിഡൻ ആയിട്ടുള്ള സിബ് വരുന്നതുകൊണ്ട് തന്നെ നല്ല മേലെ പോർഷനിൽ നല്ല ഷേപ്പിൽ കിടക്കും. അപ്പോൾ ആ സിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിലും താഴോട്ടും കൂടി കുറച്ചുകൂടി ഇറക്കത്തിലേക്കാണ് ഈ ഒരു സിബ് വരുന്നത്. അപ്പോൾ നല്ല ഷേപ്പിൽ കിടന്നോളും. പിന്നെ ഈ ഒരു ഗൗൺ മോഡൽ ഡ്രസ്സിന് എന്താ പറയുക, അങ്ങനെ ഒരു ലൈനിങ് ഇല്ല. സോ നെക്സ്റ്റ് ഡ്രസ്സ് നോക്കാം. ഇത് നമ്മുടെ ഈ ഒരു ഹോളിൻ്റെ ഫൈനൽ ഡ്രസ്സാണ്. അപ്പം ഇതും ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവ്സ് കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇതും ഷോർട്ട് സ്ലീവ്സ് ആണ്. ബ്ലാക്കിൽ ഇങ്ങനെ കുറേ ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഒരു ഡ്രസ്സാണ്. മുന്നേയും ഞാൻ ഇതുപോലത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റ്സ് പോലെയാണ് ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത്. പ്ലീറ്റ്സ് അല്ല, പക്ഷേ ആ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴെ ഇങ്ങനെ ഫ്ലെയർ മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും റഫിൾ എ ലൈൻ ഡ്രസ്സാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1790 റുപ്പീസാണ്. നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ അറ്റത്ത് ഇങ്ങനെ ഫ്ലെയർ മോഡലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഒരു സിബ്ബർ ക്ലോഷറാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെ ഇത് കാണുന്നില്ല. അത്യാവശ്യം വേസ്റ്റ് കഴിഞ്ഞും കുറച്ചും കൂടി താഴോട്ടായിട്ട് ഈ ഒരു സിബിൻ്റെ ക്ലോഷർ വരുന്നുണ്ട് നല്ല പോലെ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീൻ ഐ ബട്ടണിൽ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും, അതൊക്കെ വാച്ച് ചെയ്യുക. താങ്ക്